ഹായ്, അപ്പോൾ നമുക്ക് സെയിലിൻ്റെ പാർട്ടുകൾ നോക്കാം. സെയിലും അതിനോട് ബന്ധപ്പെട്ടിട്ട് വരുന്ന നമുക്ക് റിപ്പോർട്ട്സും എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് സെയിൽ വിൻഡോ ഇപ്പോൾ പർച്ചേസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് നമുക്ക് പർച്ചേസിൻ്റെ വിൻഡോയിൽ എന്താണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇത് കാണുന്ന സമയത്ത്. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഇന്നത്തെ ഡേറ്റ് എന്താണോ അത് തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പാർട്ടീനെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ പാർട്ടി ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പുതിയ പാർട്ടീനെ ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു പാർട്ടി ഇപ്പോൾ VS ട്രേഡേഴ്സ് ഈ പാർട്ടീനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് മാൻഡറ്ററി ആയിട്ടുള്ള ഫീൽഡുകൾ എന്ന് പറയുന്നത് സിറ്റി കോഡും നെയിമും മാത്രമാണ് നമുക്ക് മാൻഡറ്ററി വരുന്നുള്ളൂ. പിന്നീട് നമുക്ക് സിറ്റി, ഫാക്സ്, ക്രെഡിറ്റ് ലിമിറ്റ്, ഇപ്പോൾ ഇവർക്ക് നമുക്ക് എത്ര ക്രെഡിറ്റ് കൊടുക്കാം, എത്ര രൂപേൻ്റെ ക്രെഡിറ്റ് കൊടുക്കാം എന്നുള്ളതാണ് ക്രെഡിറ്റ് ലിമിറ്റ്. അത് കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ പർച്ചേസിൽ ചെയ്ത പോലെ തന്നെ ഏതാണോ നമ്മുടെ പ്രൊഡക്റ്റ് എന്നുണ്ടെങ്കിൽ അത് ആ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ എടുത്തിട്ട് നമുക്ക് പ്രൊഡക്റ്റ് 1 കിട്ടും. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ആ സ്റ്റോക്ക് കാണാൻ പറ്റും. നമ്മൾ ഓരോ ഐറ്റം സെലക്ട് ചെയ്യുന്ന ഈ വിൻഡോയിൽ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുപോയി സെലക്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ പർച്ചേസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള എന്ത് സ്റ്റോക്കാണ് ഇപ്പോൾ ഇതുള്ളത് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്യുന്നു ഇത് പീസിലാണോ ബോക്സിലാണോ, അല്ലെങ്കിൽ നമ്മൾ എന്താണോ യൂണിറ്റ് എന്താണോ നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പീസ് കൊടുത്തു. അതിനുശേഷം ഇവിടെ ഈ താഴെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, ഇതേ പ്രോഡക്റ്റ് ഇതേ കസ്റ്റമർക്ക് നമ്മൾ സെല്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻവോയ്സ് നമ്പർ, ഡേറ്റ്, ക്വാണ്ടിറ്റി അന്ന് അവർക്ക് കൊടുത്തിരുന്ന പ്രൈസാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർക്ക് സെല്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പല ആൾക്കാർക്കും പല പ്രൈസിലായിരിക്കും ചിലപ്പോൾ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രീവിയസ്ലി ചെയ്ത ഡേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, റേറ്റ് എന്താണെന്നുള്ളത് നമുക്ക് കിട്ടും. ഇങ്ങനെ പ്രൊഡക്റ്റ് ഇത് ചെയ്തു. പ്രൊഡക്റ്റ് 2 നമ്മൾ സെലക്ട് ചെയ്തു. അത് നമുക്ക് kg എന്നുള്ളത് ബാഗ് ആക്കാം. അപ്പോഴേക്കും അതിൻ്റെ റേറ്റ് ഓട്ടോമാറ്റിക്കലി മാറി. ഇനി ഓക്കെ കേട്ടോ, ഇങ്ങനെയാണ് നമുക്കൊരു സെയിൽ. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പർച്ചേസിക്ക് ക്രെഡിറ്റ് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ മാറ്റിയിട്ട് ക്രെഡിറ്റ് ചെയ്യാം. ക്രെഡിറ്റ് എന്നാക്കാം മോഡ് ഓഫ് പേയ്മെൻറ്റ് മുകളിൽ. പിന്നെ കസ്റ്റമർക്ക് നമുക്ക് വല്ല PO പർച്ചേസ് ഓർഡർ എന്തെങ്കിലും വന്നിട്ടുണ്ട്, അതിന് അഗെയിൻസ്റ്റ് ആണ് നമ്മൾ ഈ സെയിൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പർച്ചേസ് ഓർഡറിൻ്റെ നമ്പർ കൊടുക്കാം. ഇത് കഴിഞ്ഞ് ഇത് സേവ് ചെയ്യുന്നതോടുകൂടി തന്നെ ഇത് ആദ്യത്തെ ഇൻവോയ്സ് ആയതുകൊണ്ടാണ് ഇത് ചോദിക്കുന്നത്. എൻ്റെ സ്റ്റാർട്ടിങ് ഇൻവോയ്സ് ഇപ്പോൾ നിങ്ങൾക്ക് 100 വേണം, 100ലാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ 100 അടിക്കുന്നതോടി ഇപ്പോൾ ഇവിടെ കണ്ടോ അതിന് ഇൻവോയ്സ് നമ്പർ LRT 100 എന്നുള്ള ഒരു ഇൻവോയ്സ് ഫോർമാറ്റിൽ ഇത് വന്നു. ഇനി ഇതിനെ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് പ്രിൻ്റർ ആണോ എന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ ഞാൻ പ്രിൻ്ററൊന്നും എൻ്റെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മൈക്രോസോഫ്റ്റ് പ്രിൻറ്റ് ടു PDF എന്ന് വെച്ച് ഞാൻ PDF ആയിട്ട് ഇതിനെ സേവ് ചെയ്യാണ്. അങ്ങനെ ആകുമ്പോൾ ഞാൻ PDF സേവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എങ്ങോട്ടാണ് ഇത് വേണ്ടതെന്ന് സേവ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് വല്ല വാട്സപ്പിലൊക്കെ പ്രിൻ്റൊക്കെ അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് PDF നമ്മൾ സേവ് ചെയ്യുക. ഞാൻ ഡെസ്ക്ടോപ്പിലേക്ക് ഇത് സേവ് ചെയ്തു. ഇൻവോയ്സ് ടെസ്റ്റ് ഓൾറെഡി ഉണ്ട് എന്നാണത് പറയുന്നത്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു PDF ഇൻവോയ്സ് ടെസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു PDF നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതാണ് സെയിൽ. ഒറ്റ കാര്യം കൂടി നമുക്കിനി നോക്കാം. നമുക്കിതിൻ്റെ ഒരു അക്കൗണ്ട്സ് പാർട്ട് കൂടി ചെക്ക് ചെയ്യാം. അക്കൗണ്ട്സ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ കസ്റ്റമർ ഇനി നമ്മൾ പർച്ചേസിനകത്ത് ക്രെഡിറ്റേഴ്സിന് എങ്ങനെയാണോ പേയ്മെൻറ്റ് കൊടുക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് സെയിൽസിനകത്ത് നമുക്ക് സെയിൽ ചെയ്ത പൈസ അവരെങ്ങനെയാണോ നമുക്ക് തരുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിസീവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞ മെനുക്കകത്ത് റെസിപ്റ്റ് എടുക്കുന്നു. റെസിപ്റ്റിനകത്ത് നമ്മളിവിടെ VRS എന്നിട്ട് VS ട്രേഡേഴ്സ് എന്ന് സെലക്ട് ചെയ്യുമ്പോഴേക്ക് തന്നെ ആ സെയിൽ അവർ നമുക്ക് തരാനുള്ള ഫിഗറായിട്ടുള്ള 8,868 രൂപ നമുക്കിവിടെ കാണിക്കുന്നുണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ്. ഇത് നമ്മൾ എൻ്റർ അടിക്കുന്നു. നമുക്ക് എന്ത് വഴിയാണോ എന്തെങ്കിലും നരേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം അവർ നമുക്ക് അതിനകത്തേക്ക് 5000 രൂപയാണ് തരുന്നതെന്നുണ്ടെങ്കിൽ ഈ 5000 ഇവിടെ എൻ്റർ ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തിട്ട് നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ നോക്കാം. VS ട്രേഡേഴ്സിന് ഇപ്പോൾ കണ്ടോ 8000 ചില്ലാൻ ഉണ്ടായിരുന്നത് നമുക്ക് 3368 എന്നുള്ള രീതിയിലേക്ക് ബാലൻസ് കുറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ റിപ്പോർട്ടുകൾ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവർക്ക് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട്, അക്കൗണ്ട് റിപ്പോർട്ട്, ലെഡ്ജർ റിപ്പോർട്ട്, അതിനകത്ത് പോയിട്ട് നമുക്ക് ആ കസ്റ്റമറെ ആ ലെഡ്ജറിനെ സെലക്ട് ചെയ്യാം. ഇതിനകത്ത് ഈ ലെഡ്ജർ റിപ്പോർട്ടിനകത്ത് എല്ലാവരും കസ്റ്റമറും സപ്ലയറും എല്ലാവരും വരും. അപ്പോൾ നമുക്കിവിടെ കസ്റ്റമർ സെലക്ട് ചെയ്യാം. എന്നിട്ട് എവിടുന്ന് മുതലുള്ള, ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ 1-ാം തീയതി മുതലുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ സെലക്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റും ആദ്യത്തത് സെയിലാണ്, അത് എത്രയായിരുന്നു, അതിനകത്ത് നിന്ന് അവർ റെസിപ്റ്റ് തന്നു, അതിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 5000 ആണ്. ഇതിനെ നമുക്ക് കണ്ടോ ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് പ്രിൻ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ പ്രിൻറ്റിന് ഫോർമാറ്റ് ഇവിടെ ഉണ്ട്. അപ്പോഴും തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ഫോർമാറ്റുകൾ, നിങ്ങൾക്കിപ്പോൾ ഈ പ്രിൻറ്റിൻ്റെ ഡിസൈനകത്ത് ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യമില്ലാത്ത കോളംസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ടിക്ക് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വൃത്തിയായിട്ടുള്ള ഒരു പ്രിൻറ്റിന് തന്നെ കിട്ടും. ഇനി നിങ്ങൾക്ക് ഹോറിസോണ്ടലായിട്ട് ഇതിനൊരു ലൈന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഓരോ റോക്ക് അടിയിലും ഓരോ ലൈന് അണ്ടർലൈനായിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇനി നിങ്ങൾക്ക് വെർട്ടിക്കലായിട്ട് ലൈന് വരണോ ഇങ്ങനെ ചെയ്യാം. ഇതെല്ലാം ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഇവിടുന്ന് ഇതിൻ്റെ PDF അല്ലെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് എക്സൽ ആക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇനി ഇത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് അവിടെ ഒരു ഫോർമാറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്യാം. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് റിപ്പോർട്ടിനകത്ത് അക്കൗണ്ട് റിപ്പോർട്ടിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അക്കൗണ്ട് റിപ്പോർട്ടിനകത്ത് വരുന്നത് ഒന്ന് നമ്മൾ ലെഡ്ജർ ഇപ്പോൾ എടുത്തു. ഇനി ഔട്ട്സ്റ്റാൻഡിങ് കസ്റ്റമർ പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു കസ്റ്റമറെ ഔട്ട്സ്റ്റാൻഡിങ് റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇവർക്ക് ഇത് സെയിലുണ്ട് കേട്ടോ. ഇത് ഓരോ കസ്റ്റമറും ഇപ്പോൾ ഇതിൻ്റെ അടിയിലേക്ക് ഓരോരോ കസ്റ്റമറായിട്ട് ഇതിൻ്റെ താഴോട്ട് ഉണ്ടാവും. അപ്പോൾ അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് റിപ്പോർട്ട്. ഇനി ഓരോ കസ്റ്റമറും ഓരോ റോയിൽ റിപ്പോർട്ട് വരുന്ന റിപ്പോർട്ട്സാണ് നമുക്ക് ഡെബിറ്റേഴ്സ് ലിസ്റ്റ്. ഇപ്പോൾ നമുക്ക് തരാനുള്ള അത് കസ്റ്റമർ എന്നല്ല, ഡെബിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ളതായിട്ടുള്ള എല്ലാ എമൗണ്ടുകളും ഇതിനകത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ കണ്ടോ VS ട്രേഡേഴ്സ് ഇതിനകത്ത് 8868 ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമുക്ക് പർച്ചേസ് ചെയ്തു, നമ്മൾ സെയിൽ ചെയ്തു, അക്കൗണ്ട്സ് അതിൻ്റെ റെസിപ്റ്റ് ചെയ്തത് കാണിച്ചു, അതുപോലെ തന്നെ അക്കൗണ്ട്സിൻ്റെ റെസിപ്റ്റ് നമ്മൾ കാണിച്ചു. അടുത്തത് നമുക്ക് നോക്കാം സെയിൽസിൻ്റെ റിപ്പോർട്ടുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. സെയിൽസിന് ഇത്രയേറെ റിപ്പോർട്ട്സ്, ഏറ്റവും കൂടുതൽ നമുക്ക് റിപ്പോർട്ട്സ് ഉള്ളത് സെയിൽസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും. അപ്പോൾ സെയിൽസ് ഡേ ബുക്ക്, സെയിൽസ് സമ്മറി. സെയിൽസ് ഡേ ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ഇൻവോയ്സ് ബേസ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ 1-ാം തീയതി സെലക്ട് ചെയ്തപ്പോൾ നമ്മളിപ്പോൾ ഒരു സെയിൽ അടിച്ചിട്ടുള്ളൂ എങ്കിൽ കൂടി ആ ബില്ല് അതിനകത്തുള്ള സെലക്ട് ചെയ്ത പാർട്ടി അവരെ ഇതായിട്ടുള്ള എമൗണ്ടുകൾ, ഇതിൻ്റെ ഗ്രോസ് എമൗണ്ട്, അതിൻ്റെ ടാക്സിബിൾ എമൗണ്ട്, ടാക്സ് എമൗണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ ബിൽ എമൗണ്ട് എല്ലാം ഇതിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും. ഓക്കെ, പിന്നീട് നമുക്കുള്ളത് ബില്ല് സെയിൽസ് റിപ്പോർട്ടിൽ തന്നെ സെയിൽസ് ഡേ ബുക്ക് സമ്മറിയാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു മാസമാണോ അല്ലെങ്കിൽ മന്ത്ലിയാണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഏത് മാസമാണോ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്തത് എന്നുള്ളത് അറിയാൻ പറ്റുന്ന റിപ്പോർട്ട്സാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടോ ഫെബ്രുവരിയിൽ മാത്രമാണ് നമുക്ക് സെയിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഡെയിലി കൊടുത്താൽ ഓരോ മാസത്തിൻ്റെയും ഏത് ഡേറ്റിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ വന്നിട്ടുള്ളതെന്ന് കിട്ടും. അടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത് സെയിൽസ് റിപ്പോർട്ടിലെ സെയിൽസ് കസ്റ്റമർ വൈസ് ആണ്. അത് മുകളിൽ പറഞ്ഞതിൻ്റെ ഏതാണ്ട് രൂപ തന്നെയാണ്. സെയിൽസ് ഡേ ബുക്ക് ഡീറ്റെയിൽ ഉണ്ട്. ഈ ഡേ ബുക്ക് ഡീറ്റെയിൽസിനകത്ത് നമ്മൾ അടിച്ച എല്ലാ ബില്ലുകളും അതും അതിനകത്തുള്ള ഐറ്റംസും അടക്കമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ എടുത്തു വെക്കുമ്പോൾ നമുക്ക് കണ്ടോ റൈറ്റിലോട്ട് പോകുന്ന സമയത്ത് അതിനകത്ത് ആ ബില്ലിൻ്റെ എമൗണ്ട്, അതിൻ്റെ ടാക്സബിൾ എമൗണ്ട്, ടാക്സ് എമൗണ്ട്, ബിൽ എമൗണ്ട് എന്ന് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള ആ ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് നമ്മൾ സെല് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റി, റേറ്റ് എല്ലാം വരുന്ന റിപ്പോർട്ടാണ്.
അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന വളരെ സിമ്പിളായിട്ട്, ഇപ്പോൾ നമുക്ക് സെയിൽസിൻ്റെ എല്ലാ റിപ്പോർട്ടും ഈ സെയിൽസിൻ്റെ ഹെഡിൽ തന്നെ ഉണ്ട്, പർച്ചേസിൻ്റെ എല്ലാ റിപ്പോർട്ടും പർച്ചേസിൻ്റെ ഹെഡിൽ തന്നെ ഉണ്ട്, സ്റ്റോക്ക് ഇൻവെൻട്രീനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ റിപ്പോർട്ട്സും ഇതിലാണുള്ളത്. അക്കൗണ്ട്സിൽ വരുന്ന ഒന്ന് ലെഡ്ജർ റിപ്പോർട്ട്, ഔട്ട്സ്റ്റാൻഡിങ് കസ്റ്റമർ, ഔട്ട്സ്റ്റാൻഡിങ് സപ്ലയർ, ക്രെഡിറ്റേഴ്സ് ലിസ്റ്റ്, ഡെബിറ്റേഴ്സ് ലിസ്റ്റ്, പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിങ് കസ്റ്റമർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് കൂടിയുണ്ട്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കസ്റ്റമർ എടുത്ത അവരെ ലെഡ്ജർ എമൗണ്ടും ഉണ്ടാവും, അതിനകത്ത് അവരെന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് എന്നുള്ളതിൻ്റെ കൂടി ലെഡ്ജർ റിപ്പോർട്ടിനകത്ത് കൊടുക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണ്. അടുത്ത നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചേണ്ട റിപ്പോർട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റ് റിപ്പോർട്ടാണ്. പ്രോഫിറ്റ് റിപ്പോർട്ടിൽ ബിൽ വൈസ് പ്രോഫിറ്റ് റിപ്പോർട്ട് ഉണ്ട്, നമുക്ക് ബിൽ വൈസ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ കസ്റ്റമറെ ഇൻവോയ്സ് നമ്പർ, കസ്റ്റമറെ ഗ്രോസ് എമൗണ്ട്, ബിൽ എമൗണ്ട് എല്ലാം വന്ന് ഇതിൻ്റെ അകത്ത് ഈ ബില്ലിനകത്ത് നമുക്ക് എന്ത് കോസ്റ്റാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതും അതിൻ്റെ സെയിൽ വാല്യൂ, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് ഈ ഒരു ഇൻവോയ്സിനകത്തുള്ള പ്രോഫിറ്റും ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ബിൽ വൈസ് പ്രോഫിറ്റ്. ഈ ബില്ലിൻ്റെ പ്രോഫിറ്റാണ് ഈ കാണുന്നത്. അടുത്തതെന്ന് പറയുന്നത് ഇതിൽ തന്നെ വളരെ നല്ലൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് കാറ്റഗറി ഡീറ്റെയിൽസ് പ്രോഫിറ്റ് അനലൈസ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ കാറ്റഗറി സെലക്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, ഈ റിപ്പോർട്ടിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു കാറ്റഗറീൻ്റെ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചർ ഇത് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കോസ്റ്റ് വാല്യൂ, സെയിൽസ് വാല്യൂ, മാർജിൻ, GS ഷെയർ, GP പെർസെൻറ്റേജ് ഉണ്ടല്ലേ. അപ്പോൾ ഇത്രയും ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട്സ് എല്ലാം ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിപ്പോർട്ട്സുകളെല്ലാം ഇതാണ്. ഇനി നമുക്കിതിൻ്റെ അക്കൗണ്ട്സ് ടൈപ്പിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ട്രയൽ ബാലൻസും ബാലൻസ് ഷീറ്റും P&L എല്ലാം ഉണ്ട്. ഓക്കെ, ഇതിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ ഞാൻ ഈ കമ്പനിയിൽ സെറ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. നമുക്ക് റിപ്പോർട്ടിൽ അക്കൗണ്ട് റിപ്പോർട്ട്, ഇതിനകത്ത് നമ്മളെ കമ്പനിയുടെ പ്രോഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ ചെയ്ത ഡയറക്റ്റ് എക്സ്പെൻസ്, പർച്ചേസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. സെയിൽ, സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഗ്രോസ് പ്രോഫിറ്റ് ഇതാണ്. നമുക്ക് ഈ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ഇതാണ് ഗ്രോസ് പ്രോഫിറ്റ് 2305 രൂപ. ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും എക്സ്പെൻസുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സാലറി, വെഹിക്കിളിൻ്റെ ഫ്യൂവൽ അല്ലെങ്കിൽ ഓഫീസിൻ്റെ റെൻറ്റ്, ഇതെല്ലാം കഴിച്ചിട്ട് വരുന്ന ഈ ഫിഗറാണ് നെറ്റ് പ്രോഫിറ്റ്. ഇതാണ് നമ്മളെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള നമ്മുടെ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് റിപ്പോർട്ട്സിൻ്റെ സൈഡ്. ബാക്കി നോക്കാം, നമുക്ക് അടുത്തൊരു ഭാഗത്ത് നോക്കാം.